ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇബ്രായ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, പച്ചാടിയങ്ങൾ അവിടുത്തെ മുൻപായിരിക്കുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ, ആലോചനകൾ നിങ്ങളുടെ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് നൽകണം. അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി തീരണം. ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കണം. യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഡിസംബറിൻ്റെ അവസാന സമയമാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെയും പരാമർശിക്കുന്നത് പോലെ കഴിഞ്ഞുപോയൊരു വർഷത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് നമ്മൾ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഈ ചുരുങ്ങിയ ചില ദിവസങ്ങൾ, ഏതാണ്ട് 10 ദിവസങ്ങളുണ്ട് ഏകദേശം. നമ്മൾ പലപ്പോഴും ആണ്ടിലൊരിക്കലാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതം എന്ന് ആണ്ടിലൊരിക്കൽ. നമുക്കറിയാം അതിൻ്റെ ഉദ്ദേശം ജീവിതത്തിൽ അടുത്ത വർഷം കൂടുതൽ പ്രയോജനകരമായി ഫലകരമായി ജീവിക്കണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. വലിയ കമ്പനികളൊക്കെ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് പുറപ്പെടുവിക്കാറ്. ആ ഒരു വർഷം എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി, കോട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഇങ്ങനെ പരിഹാരം എന്താണ്, അതിന് മെച്ചം എന്താണ്, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ ഈ വർഷത്തിലൊരിക്കലുള്ള ഓഡിറ്റിങ്ങിന് കൂടുതലായിട്ട് 3 മാസം കൂടുമ്പോൾ സാധാരണ എല്ലാ കമ്പനികളും ഓഡിറ്റിങ് നടത്തി റിസൾട്ട് പുറത്തുവിടാറുണ്ട്. ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ 3 മാസം കൊണ്ട് എന്ത് സാധിച്ചു, ഇനി അടുത്ത 3 മാസത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനുള്ള സന്ദർഭവും സാധ്യതകളുമാണ് അത് മുഖാന്തരം ഉണ്ടാകുന്നത്. ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആണ്ടിലൊരിക്കലല്ല, 3 മാസം കൂടുമ്പോഴല്ല, മാസത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും നമ്മുടെ ആത്മജീവിതത്തെ പരിശോധിക്കേണ്ടവരാണ് നമ്മൾ. ഓരോ ദിവസവും നാം ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഇത് പരിശോധിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ജീവിതം? നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ആണ്ടിലൊരിക്കലും പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ അതിൻ്റെതായ ഈ ദിവസവും പരിശോധിക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരവും ഫലകരമായിട്ടുള്ളത്. ആണ്ടിലൊരിക്കലും നമ്മളെല്ലാവരും കടന്നു വന്നു, സാക്ഷ്യം പറഞ്ഞു, പിരിഞ്ഞുപോയി. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു. എന്നാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുവാനിടയായി തീർന്നാൽ അടുത്ത ദിവസം എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നുകൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കുവാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനൊക്കെ അത് മുഖാന്തരമായിരിക്കും. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. നാം ഇന്നും ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴൊക്കെയും നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇരുവായത്തിലുള്ള വാലിനേക്കാൾ മൂർച്ചയേറിയതാണ്. നമ്മെ കേൾപ്പിക്കുന്നതായ വചനം എപ്പോഴും നാം ഉൾക്കൊള്ളുവാൻ മനസ്സ് തുറക്കണം. ശമൂവേൽ ബാലൻ പറയുന്നത് പോലെ, കർത്താവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നത് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യുവാൻ, കേൾക്കുന്ന വചനത്തിലെ അധിഷ്ഠിതമായ ആലോചനകൾ എന്തെന്നുള്ളത് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തയ്യാറാണെന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ നാം വായിക്കുന്നത്, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഇവർ എല്ലാവരും 15-ാം വാക്യത്തിലും അവിടെ പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർക്കുകയും. ഇപ്പൊ ഇവർ അല്ലെങ്കിൽ അവർ എന്നൊക്കെ ഇവിടെ പരാമർശിക്കുന്ന വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണ്? ഈ 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 12 പേരുടെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ പറയുന്നു, അനേകരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അനേകരെ കർത്താവിന് വേണ്ടി എന്തെല്ലാം, വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചു, ഏതെല്ലാം നിലയിലുള്ള കഷ്ടതകൾ കൂടെ കടന്നുപോയി എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പറയുന്നത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ ഇവിടെ 12ാം അധ്യായത്തിൽ വരുമ്പോൾ ആകയാൽ നാം സാക്ഷിയുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നാം ഈ 11ാം അധ്യായത്തില് സാക്ഷിയുടെ വലിയൊരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരു വലിയ സമൂഹം അവിടെയുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങളെ അന്യരും പരദേശികളും എന്ന് പറഞ്ഞു. അവർ സ്വർഗീയമായതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ആയിരുന്നു അവർ, അല്ലെങ്കിൽ സ്വർഗീയമായതിനെ ലക്ഷ്യമാക്കി ജീവിതയാത്ര നയിച്ചവരാണ്. അവരുടെ പ്രത്യേകതയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ പോരാട്ടത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? വിശ്വാസമായിരുന്നു. കർത്താവിലുള്ള വിശ്വാസമായിരുന്നു, ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു ഈ പോരാട്ടത്തിന്റെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വിജയം നേടുവാനായിട്ട് സാധിച്ചത്. മാത്രമല്ല, നമ്മുടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടാണ് ഈ നിലയിലുള്ള വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് ഇടയായി തീർന്നു. ലോകപരമായി ചിന്തിക്കുമ്പോൾ, ലോകത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ, ഈ മുൻപിൽ കണ്ടത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മുമ്പിൽ കണ്ട കാര്യങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങളെക്കാൾ, ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളതിനേക്കാൾ വിലയുള്ളതായിട്ട് അവർ കണ്ടു. അതിന് കാരണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതുകൊണ്ടാണ്, ആത്മീയമായ പരിജ്ഞാനം അവർക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ നിലയിൽ അവർക്ക് വിശ്വാസത്തിൽ പോരാടുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ നിലവാരം ഏറ്റവും ഉന്നതമായ നിലവാരത്തിലായിരിക്കട്ടെ. അതാണ് ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം വായിക്കുന്നു, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വാസ ജീവിതത്തില് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അതൊരു പരാജയ ജീവിതമായിരുന്നു. 2 കൊരിന്ത്യർ 5:1 നാം വായിക്കുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത, എന്ന് വെച്ചാൽ ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയണം, അത് ഞാൻ അറിയുന്നു, എൻ്റെ അറിവാണ്, ഉറപ്പുള്ളൊരു അറിവാണ്. ഈ ശരീരമൊക്കെ നശിച്ചു പോകും. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകുന്ന ഭൗമഭവനമാണ്. ഇത് തൽക്കാലത്തേക്കുള്ളതാണ്. നമ്മുടെ ഈ ലോകത്തിൽ ആയിരിക്കുന്ന ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഈ ശരീരം. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ മിടുക്കന്മാരാണ്, നമ്മുടെ ആരോഗ്യമുണ്ട്, നമുക്ക് വളരെ അനുഗ്രഹങ്ങൾ ഭൗമികമായ നിലയിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള മുഖാന്തരങ്ങളായിട്ട് ഇതൊക്കെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാ? താവിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ്. ദൈവം നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് എന്തിനാണ്? അതും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. ഇതില്ലാത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്. സമ്പത്തോ ഭൗമികമായ നന്മകളൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ ഈ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് അവർക്ക് ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുൻപോട്ട് നയിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നാം ഇവിടെ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തില് മരിച്ചു. വാക്യം വായിക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഒരു പ്രയാസം തോന്നും, അല്ലേ? എന്താ അവിടെ പറയുന്നത്? ഞാനിങ്ങനെ ഇന്നലെ ചിന്തിച്ചു, ഈ ദൂരത്ത് നിന്ന് ഈ ചില കാഴ്ചകളൊക്കെ കണ്ടവര് അവരുടെ അവസ്ഥ എന്താ? അവര് അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു എന്നല്ല അവിടെ പറഞ്ഞു. കൃത്യമായിട്ട് അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അതിന് വലിയ പ്രാധാന്യമുണ്ട് ദൈവമക്കളെ. വിശ്വാസത്തിൽ മരിച്ചു. ആർക്കാ വിശ്വാസത്തിൽ മരിക്കാനായിട്ട് കഴിയുന്നത്? വിശ്വാസത്തിലെ ജീവിതം ആരംഭിച്ചവർക്കും വിശ്വാസത്തിലെ ജീവിതം തുടർമാനമായിട്ട് നയിച്ചവർക്ക് മാത്രമേ വിശ്വാസത്തിൽ മരിക്കാൻ പറ്റൂ. വിശ്വാസത്തിൽ ജനിച്ചവർക്ക് എല്ലായ്പ്പോഴും വിശ്വാസത്തിൽ മരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. വിശ്വാസ ജീവിതം, ആത്മാർത്ഥമായ വിശ്വാസ ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വാസത്തിൽ മരിക്കുവാനായിട്ട് കഴിയൂ.
നമുക്കറിയാം അനേക കർത്താവിനെ നിശ്ചിതമായി അംഗീകരിച്ച് വിശ്വാസത്തിൽ കടന്നു വന്നവരുണ്ട്. പക്ഷെ അവർ ചില കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പിന്മാറിപ്പോയവരുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് വിശ്വാസത്തിൽ മരിച്ചെന്ന് പറയുവാനായിട്ട് കഴിയും. ദൈവങ്ങളെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നാം വിശ്വാസത്തിൽ ജീവിതം ആരംഭിച്ചു, വിശ്വാസത്തിൽ ഈ ജീവിതം തുടരുന്നു. മാത്രമല്ല, വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഈ വിശ്വാസ ജീവിതം നയിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമുക്കത് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം മരിക്കുന്നതിന് ചില ദിവസങ്ങൾ മുമ്പ് വരെ നമ്മൾ വിശ്വാസ ജീവിതം നയിച്ചു. പിന്നെ ഒരു 5 ദിവസം അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസം വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ മരിച്ചെന്ന് പറയുവാനായിട്ട് കഴിയും. വളരെ പ്രാധാന്യത്തോടുകൂടിയും ഗൗരവത്തോടുകൂടിയും നമ്മുടെ ആത്മീയ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക്, പരിസമാപ്തിയിലേക്ക് എത്തുവാനായിട്ട് കഴിയൂ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയാക്കരുത്. മരണത്തെക്കുറിച്ച് ദൈവദാസന്മാർ പറഞ്ഞിരിക്കുന്ന അനേക ചിന്തകൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്ന അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് ആഗ്രഹിക്കുന്നു. പൗലോസ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. എന്താ കാരണം അതിന്? എന്തുകൊണ്ട് അങ്ങനെ പൗലോസ് പറയാൻ കാരണം? അതിന് ചേർന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അത് അത്യുത്തമമല്ലോ, അത്യുത്തമമായ ഒരു കാര്യമാണ്. എന്ത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയി. ലോകത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ, ആത്മീയമായി വളരുന്നവരാണ്. നമ്മൾ തന്നെ ഓരോ ദിവസവും പരിശോധിക്കുവാനായിട്ട് ഇടയാക്കി തരണം. മാത്രമല്ല, ഇവിടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമമായ ഒരു അനുഭവമാണ്. എന്താ അത്യുത്തമം എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഉന്നതമായ അനുഭവമാണ്. ഇവിടെ നമുക്ക് സാമാന്യമൊക്കെ ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, സുഖകരമായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഉത്തമമായതാണ് എന്ത് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. നിത്യതയിൽ മരണശേഷം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ ഇതിലും ഉത്തമമായ, ഇവിടെ നാം ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന നന്മകളിൽക്കാൾ അനേക മടങ്ങ് മൂല്യമുള്ളതായ അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അത് അത്യുത്തമമല്ലോ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് എപ്പോഴും മരിക്കാൻ തയ്യാറായി ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും പതറാതെ അതിനെ അഭിമുഖമായി ദൈവസന്നിധിയിലെ വളരെ ധൈര്യത്തോടുകൂടി അഭിമുഖീകരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പർ 1:20 താൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരിക്കുന്നത് എനിക്ക് ലാഭം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പറയും. എന്തുകൊണ്ടാണ്? അതേ അർത്ഥം തന്നെ നമുക്ക് അവിടെയും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ലഭിച്ചതിനേക്കാൾ, ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ അനേക മടങ്ങ് മൂല്യമുള്ളതാണ് ഞാൻ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എനിക്കത് ലാഭം. ദൈവമക്കളെ, നമുക്ക് ആ മനോഭാവം, ആ മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് കഴിയുമോ? വെളിപ്പാട് പുസ്തകത്തില് പറയുന്നു 14-ാം അധ്യായത്തില്, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പൊ ക്രിസ്തുവിൽ മരിക്കുക, വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുക. ഈ വിശുദ്ധന്മാരെങ്കിൽ ഈ പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഗ്ദത്ത നിവൃത്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം നമുക്ക് ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അവരെല്ലാവരും തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരുടെ മനോഭാവം എന്തായിരുന്നു? അവരുടെ ലോക ജീവിതത്തിൽ ജീവിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ മനോഭാവം? പറയാണ്, ഞങ്ങൾ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസത്തിൽ മരിച്ചു. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് മുഖാന്തരമായി തീരട്ടെ. ഇന്ന് നാം കർത്താവ് നമ്മോട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്കത് പറയുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. 15-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. വിട്ടുപോകുന്നതിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുമ്പോൾ ചിലതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പൊ മൂല്യം കുറഞ്ഞത് ചിലതൊക്കെ ഉപേക്ഷിച്ചിട്ട് മൂല്യമുള്ളതിന് വേണ്ടി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഈ വിട്ടുപോരുക അല്ലെങ്കിൽ പുറപ്പെട്ടു പോവുക, വേർപെടുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യവും ഗൗരവവും അർത്ഥവുമുള്ള വാക്കുകളാണ്. നമ്മൾ കപ്പലൊരു തുറമുഖത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ അതിന്റെ കെട്ടൊക്കെ അഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അതിന് ആ
അല്ലെങ്കിൽ ആ പറയുന്ന അവസ്ഥയാണ് വിട്ടുപോരുക, വേർപാട് അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് അർത്ഥമാക്കും. അപ്പം ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്, ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് നമുക്ക്. എന്നാൽ ഇവിടെ പറയുന്നു വിട്ടുപോകുന്നതിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അത് വളരെ ദുഃഖകരമായ അനുഭവമാണ്. അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പോഴാണ് ഈ വിട്ടുപോകുന്നതിനെ തിരിഞ്ഞു നോക്കുന്നത്? നമ്മുടെ ഹൃദയദൃഷ്ടി കുരുടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് ചുരുങ്ങുമ്പോൾ നമ്മൾ പഴയതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം ഉപേക്ഷിച്ച് പോകുന്നതിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് തിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് മുൻപോട്ട് തന്നെ നോക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അവിടെ പറയുന്നത് അവർക്ക് ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് എന്താ? അവർ തന്നെത്താൻ പ്രശംസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അനേക നന്മകളുണ്ട്, ഞങ്ങൾക്ക് അവർ പറയുന്നൊരു വാക്ക്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല, സകലത്തിലും തികഞ്ഞവരാണെന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് കർത്താവ് ദൈവാത്മാവ് എന്താ പറയുന്നത്? അയ്യോ നിങ്ങള് അരിഷ്ട മനുഷ്യർ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കാണുവാനും അറിയുവാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവര് സഭയിലാണ്, ആത്മീയ നിലവാരത്തിൽ നടത്തപ്പെടേണ്ട സഭയുടെ അംഗങ്ങളാണ് അവർ. പക്ഷേ അവരുടെ അവസ്ഥ എന്താ? അവർക്ക് വസ്ത്രമില്ല, അവർക്ക് കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് അവർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ശരിയായ നിലയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്താ പറയുന്നത്? ആ വാക്യത്തിൽ തുറന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ അവസ്ഥയൊക്കെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ എപ്പോഴും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച തിരികെ ലഭിക്കണം. കണ്ണിന്റെ കാഴ്ച ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് ആ കണ്ണിന് എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തിൽ കൂടെ നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തരണം. നമ്മുടെ പോരായ്മകൾ എന്താണ്? നമ്മുടെ പരാജയങ്ങൾ എന്താണ്? നമ്മുടെ ആത്മജീവിതത്തിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കുക. നമുക്ക് ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരും തികഞ്ഞവരല്ല. എൻ്റെ ആത്മീയ ജീവിതത്തിലെ കുറവുകൾ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ എന്താ ഇല്ലാസം? എൻ്റെ ആത്മീയ കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെട്ടു, എൻ്റെ ആത്മീയ കാഴ്ചപ്പാട് കുറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം, നമുക്ക് പുതിയ അനുഭവങ്ങൾ കൈവരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ലവോദിക്ക സഭയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ലവോദിക്ക സഭയൊക്കെ ഒരിക്കലും കണ്ണൊക്കെ തുറന്നതായിരുന്നു, ഒരിക്കലും കണ്ണ് തുറന്നതായിരുന്നു, നല്ല കാഴ്ചയുണ്ടായിരുന്നു, നല്ല ഓട്ടമോടിയവരാണ്, നല്ല ശുശ്രൂഷ ചെയ്തവരാണ്. ഇപ്പോഴെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നമുക്ക് അനേകരെ അതിന് ഉദാഹരണങ്ങളായിട്ട് എടുക്കുവാനായിട്ട് കഴിയും. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ കുറിച്ച് എഫേസസ് സഭയെ കുറിച്ച് നാം പറയുമ്പോൾ അവിടെ എന്താ ചിന്തിക്കുന്നത്? അവിടെ പറയുന്നു, നിങ്ങളെ ഇപ്പോഴും അവരുടെ അവസ്ഥ പരിഗണിച്ചാൽ വളരെ ശക്തമായ നിലയിൽ മുൻപോട്ട് ആത്മീയമായി വളരുന്നവരാണ്, മുൻപോട്ട് പോകുന്നവരാണ്. അത് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ അധ്വാനിച്ചു, നിങ്ങൾ പ്രവർത്തിച്ചു, നിങ്ങൾ വളരെയധികം സഹിഷ്ണുത കാണിച്ചു, പലത് കേട്ടിട്ട് അവർ മിണ്ടാതിരുന്നു. ഇതൊക്കെ അവരുടെ പ്രത്യേകതയാണ്. കർത്താവ് അവരെ കുറിച്ച് പറയുന്ന ഒരു പോരായ്മ, ഒരു പരാജയമുണ്ട്. അതെന്താ? നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് നിങ്ങളെ കുറിച്ച് ഒരു കുറവ് പറയാം. ആ സഭയില് എത്ര പോരായ്മയുണ്ട്? ഒന്ന്. എത്ര പരാജയങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്? ആകെ ഒരേ ഒരു പരാജയം. അതെന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. മറ്റ് സഹോദരങ്ങളെ ദൈവത്തെ യഥാർത്ഥമായ നിലയിൽ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവർ കള്ളപ്പോസന്മാർ എന്ന് കണ്ടവരെയൊക്കെ തിരിച്ചറിഞ്ഞു. അവർ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് ഇതിനെക്കുറിച്ച് പറവാനുണ്ടെന്നാണ് ക്രിസ്ത്യൻ സഭയെ കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. നമ്മളൊക്കെ ആത്മീയമായി വളരുന്നവരാണ്. നമുക്ക് എത്രമാത്രം വളർച്ച പ്രാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? കുറവുകളുണ്ടോ നമ്മുടെ ജീവിതത്തില്? ഒറ്റക്കുറവുണ്ടോ? അത് പരിഹരിക്കുവാനായിട്ട് ഇടയായിത്തരണം. അങ്ങനെ ഒറ്റക്കുറവോ പരിഹരിക്കാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 5-ാം വാക്യത്തില്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എത്രയോ ദുഃഖകരമായ അനുഭവമാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ നിലവിളക്ക് നീക്കിക്കളയുമെന്നാണ് ദൈവവചനത്തിന്റെ പ്രമാണം.
അവിടെ പറയുന്നുണ്ട്, നിനക്ക് സഹിഷ്ണുതയുള്ളത്, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത്, തളർന്നു പോകാത്തതെല്ലാം ഞാൻ അറിയുന്നു. ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയം പരിഹരിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളെ അല്ലെങ്കിൽ വിശ്വാസികളെ രണ്ട് തരത്തിൽ ദൈവവചനം വേർതിരിച്ച് കാണുന്നു. ഒന്ന്, 2 കൊരിന്ത്യർ 5:18 നാം വായിക്കുന്നത് പോലെ ഒരു കൂട്ടരെന്ന് പറയുന്നത് കാഴ്ചയാൽ നടക്കുന്നവർ, രണ്ടാമത്തെ കൂട്ടരോ വിശ്വാസത്താൽ നടക്കുന്നത്. അപ്പം കാഴ്ചയാൽ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്, വിശ്വാസത്താൽ നടക്കുന്ന മറ്റൊരു കൂട്ടർ. ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ വിശ്വാസത്താൽ നടക്കണം. കാണാത്തതിനെ ആശ്രയിച്ചുകൊണ്ട് കാണാത്തതിന് വേണ്ടി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം കാണാത്തത് എന്താണെന്ന് അവിടെ പറയുന്നത്, കാണാത്തത് നിത്യം. അപ്പം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ ബോധ്യത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം എങ്ങനെയാണല്ലോ വായിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അപ്പം കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസത്തിൽ നിശ്ചയത്തിലുമാണ് ഒരു ദൈവവേദന മുൻപോട്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ആത്മീയ ജീവിതത്തെ കുറിച്ച് മൂല്യമുള്ള ആത്മീയ ജീവിതം എന്ന് പറയുവാനായിട്ട് കഴിയുകയും. ദൈവമക്കളെ, നമ്മുടെ മനോഭാവം എന്താണ്? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കാഴ്ചയാൽ നടക്കുന്നവർക്ക് ഈ ലോകത്തിലെ നിസ്സാര കാര്യങ്ങളിലൊക്കെയാണ് അവർക്ക് വളരെ ഭാരവും, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചിന്ത. എന്നാൽ വിശ്വാസ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചാൽ ഇവിടെയുള്ള ഈ നിസ്സാര കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ പ്രാധാന്യമില്ല, വലിയ ഗൗരവമൊന്നുമില്ല. അവർക്കുള്ള പ്രാധാന്യത നിത്യതയെ കുറിച്ചുള്ള പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇയ്യോബ് പറയുന്നുണ്ട്, ഇയ്യോബ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അത് പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെ എൻ്റെ ത്വക്ക് നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവനെ കാണും. അതാണ് ഒരു ദൈവവചനത്തിൽ ഉറച്ച വിശ്വാസം. ഈ ലോകത്തില് നമുക്ക് ചിന്തിക്കാം, ഇയ്യോബ് കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും. എത്രയോ പ്രതിസന്ധികൾ കൂടിയാണ് ഇയ്യോബ് ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇയ്യോബിന് പറയുവാനുള്ളത്, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഈ വലിയ പ്രതിസന്ധികൾ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഇയ്യോബിന് പറയുവാനുള്ളത്, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനെ ഞാൻ മുഖാമുഖമായിട്ട് കാണും. ഈ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഈ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, കഷ്ടതകളെയൊക്കെ നാം മൂല്യം കുറഞ്ഞതായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിത്യതയില് ഏറ്റവും മൂല്യമുള്ളതായിട്ട് നിത്യതയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. കർത്താവിനോടുകൂടിയുള്ള വാസം, അതാണ് മൂല്യമുള്ളത്. ഇവിടുത്തെ നിസ്സാരമായ കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാതെ, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാകാതെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോഴും നാം അതിനെക്കുറിച്ച് വിചാരപ്പെടുവാൻ ഇടയാകാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. റോമർ 8:18 നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്ന് പൗലോസ് പറയാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്തുകൊണ്ടാണ്? ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്, അതിന്റെ പിന്നിൽ വലിയൊരു ധൈര്യമുണ്ട്. എന്താ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഇനി വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കഷ്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ ഒന്നുമില്ല, അത് നിസ്സാരമാണ്. 2 കൊരിന്ത്യർ 4:17 പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇതാണ് ഇരിക്കണം ഒരു ദൈവവിശ്വാസിയുടെ, ഒരു ദൈവവേദലിന്റെ വിശ്വാസ ജീവിതത്തിൽ അവൻ അനുവർത്തിക്കേണ്ടതായ നയം അല്ലെങ്കിൽ മനോഭാവം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് ഭാരപ്പെടുവാനായിട്ട് ഇടയായിത്തീരരുത്. ഒരു നമ്മൾ ഓർത്തു, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, കൂടാരമായ ഞങ്ങൾ ഭൗമഭവൻ കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈ അറിവാണ്, ഈ ഉറപ്പാണ് ക്രിസ്ത്യ ജീവിതത്തില് നമ്മെ മുൻപോട്ട് നടത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ മക്കളെ, നമുക്ക് ആത്മീയ ജീവിതത്തില് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകാം. ഈ ലോകത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ അത് വലിയ പരാജയമായിരിക്കും. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, വിശ്വാസത്തിന്റെ പിതാവ് അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിനോട് കൂടെ യാത്ര പുറപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു ലോത്ത്. രണ്ടുപേരും ഒന്നിച്ച് ചില നാളുകൾ മുൻപോട്ട് പോയി. എന്നാൽ അവസാനം ലോത്ത് എന്ത് ചെയ്തു? ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഉണ്ടായപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? ഒരു തെരഞ്ഞെടുപ്പ്, അബ്രഹാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് താൻ തൻ്റെതായ ഒരു തീരുമാനം എടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. എന്താണ് അവിടെ സംഭവിച്ചത്? അവന് നീരോട്ടമുള്ള യോർദാന്റെ സമീപത്തുകൂടി അവന് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിട്ട്. അവന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയായിരുന്നു. അവൻ നീരോട്ടമുള്ള പ്രദേശം, യോർദാന്റെ സമതലത്തിൽ കൂടെ മുൻപോട്ട് പോയി. എവിടെ എത്തി? ലോത്ത് എവിടെ എത്തി? അങ്ങനെ പോയിട്ട് സോദോമിൽ എത്തിച്ചേർന്നു.
എങ്ങനെയുണ്ട് സോദോം? വളരെ നാശകരമായ, വളരെ ദുഃഖകരമായി പര്യവസാനിക്കുന്ന ഒരു സ്ഥാനത്താണ് ലോത്ത് എത്തിച്ചേർന്നത്. എന്താ കാരണം? ഈ ലോകത്തിൽ ആശ്രയിച്ച് ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ കൂടെ, ലോകത്തിൻ്റെതായ നേട്ടങ്ങളിൽ കൂടെ ലോകത്ത് മുൻപോട്ട് പോയി. അവസാനം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും, തനിക്കുണ്ടായിരുന്നതെല്ലാം, താൻ ഇതുവരെ നേടിയതെല്ലാം ഒന്നുമില്ലാതായി തീർന്നു, നശിച്ചുപോയി. തനിക്ക് തലമുറകളെ പോലും ഒരു വിധത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവമക്കളെ, നമ്മുടെ ലോക ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മെ വലിയ വിനാശത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ കരുതലിന് കീഴിൽ വരുന്ന ദിവസം മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം എന്താ ചെയ്തത്? അവൻ കൂടാരത്തിൽ പാർത്തുകൊണ്ട്, ഈ അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 10-ാം വാക്യത്തിൽ അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അബ്രഹാമിന്റെ ജീവിതം ഏറ്റവും ധന്യമായ ഒരു ജീവിതമായിരുന്നു. എന്താ? താന് ജീവിച്ചപ്പോൾ കൂടാരങ്ങളിൽ പാർത്തു. ഇപ്പൊ ഇവിടെ ഓർത്തതുപോലെ അവര് അന്യരും പരദേശികളും എന്നുള്ള നിലയിൽ അവർ ജീവിച്ചു. ഈ ലോകം നമുക്ക് അന്യമാണ്, പരദേശവാസമാണ് നമ്മുടേത്. ഇവിടെ നിത്യതയില്ല. നിത്യത നമുക്ക് കർത്താവിനോടുകൂടിയാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള സന്ദർഭമാണ് ദൈവമക്കളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം കൂടാരത്തിൽ പാർത്തു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ആ നിത്യതയ്ക്ക് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. നമ്മുടെ കാത്തിരിപ്പ് ഏതിനു വേണ്ടിയാ? ആ മനോഭാവത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നുണ്ടോ? അബ്രഹാം ഏറ്റവും മുന്തിയതായിട്ട്, ഏറ്റവും വലുതായിട്ട് കണ്ടത് എന്താ? സ്വർഗീയമായതിനെയാണ് കണ്ടത്. ഇവിടെ നാം വായിച്ചൊരു പ്രത്യേക പദപ്രയോഗം നമുക്ക് മറന്നു പോകരുതേ. അവിടെ 16-ാം വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അപ്പം നല്ലതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആ നിലയിലാണ് അവർ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് ഇടയാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ്? ഏറ്റവും ഉന്നതമായ അനുഭവം കൈവരിക്കുവാനായിട്ട് ഇടയായിട്ട് അബ്രഹാം ആ നിലയിലുള്ള വിശ്വാസ ജീവിതം നയിച്ച് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. നമുക്ക് മോശയെ കുറിച്ച് ചിന്തിച്ചാലോ? മോശ എന്താ ചെയ്തത്? ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് ഈ മോശ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ക്രിസ്തുവിന്റെ നിന്ന, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക, നിന്ന സഹിക്കുന്നത് ഏറ്റവും വലിയ ധനമെന്നെണ്ണി. മോശയുടെ മുമ്പില് മറ്റനേക നന്മകൾ മുൻപ് തനിക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാം, മിസ്രൈമിന്റെ രാജാവാകാം, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മോശം കണ്ടത് എന്താ? ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് വല്ലതും ദോഷമുണ്ടായോ? ഇല്ല. ദൈവമക്കളെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് പൗലോസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? പൗലോസ് എന്താ ചെയ്തത്? പൗലോസിന്റെ പ്രാരംഭ ജീവിതം കാഴ്ചയാലായിരുന്നു ജീവിച്ചത്. പൗലോസ് കാഴ്ചയാൽ അനേക നാളുകൾ മുൻപോട്ട് ജീവിച്ചു. എന്നാൽ ഒരു ദിവസം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തേജോമനായ ദൈവം അവനെ പിടിച്ചു. എന്താ സംഭവിച്ചത്? പൗലോസ് കുരുടനായി തീർന്നു. തൻ്റെതായ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ മറ്റൊരു കാര്യം അതോടുകൂടെ സംഭവിക്കുകയായിരുന്നു. എന്താ? പൗലോസിന്റെ ഹൃദയ കണ്ണുകള് തുറക്കപ്പെട്ടു. തന്റെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെട്ടു. തൻ്റെ കണ്ണ്, സാധാരണ കണ്ണ്, ലോകത്തിലെ ഭൗതികമായൊക്കെ കണ്ട അവന്റെ കണ്ണ് കുരുടായിട്ടു. പൗലോസിന്റെ ജീവിത വഴികൾ തുറന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ആത്മീയ കണ്ണ് തുടർമാനമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യവും പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും പൗലോസ് അനുഗ്രഹീതമായ നിലയിൽ അതിനെയൊക്കെയും അഭിമുഖീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അവിടെ കാണുന്നു. താൻ ഈ ലോകത്തിലെ ഭൗമികമായതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച കാലഘട്ടത്തെ കുറിച്ച് അവിടെ പറയാണ്. 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. പൗലോസ് പറയാണ്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കുവാൻ വകയുണ്ട്. എന്തൊക്കെയാ അവനുള്ളത്? ജഡത്തിൽ ആശ്രയിക്കാനുള്ള വകകള്. 4-ാം വാക്യം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എത്രയോ ഉന്നതമായ ഒരു അനുഭവമാണ് ഭൗതികമായി ജഡസംബന്ധമായി പൗലോസിനുണ്ടായിരുന്നത്. ന്യായപ്രമാണത്തെ വളരെ കൃത്യമായിട്ട് ആചരിച്ചവൻ, അനുഷ്ഠിച്ചവൻ,
ന്യായപ്രമാണത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ തയ്യാറായി നിന്ന പൗലോസ് ഇതുവരെ താന് ഭൗമികമായതിനെ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. ഇനിയും താന് ലോകത്തെ ഉപേക്ഷിച്ചിട്ട് ഉയരത്തിലുള്ളതിൻ്റെ ഒക്കെ തന്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ, ഉന്നതമായതിനെ കണ്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനമുണ്ടായി, വലിയ മാറ്റങ്ങളുണ്ടായി. താൻ പറയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും 7-ാം വാക്യത്തില് ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നന്മകള്, പൗലോസ് വലിയ ധനവാനായിരുന്നു, ധനികനായിരുന്നു, ഇതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇതെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളെയും കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. താന് എല്ലാം ചവറന്നെണ്ണുവാനായിട്ടിടയായിത്തീരുന്ന അനുഭവം, എല്ലാം ഛേദമെന്നെണ്ണുവാനായിട്ടിടയായിത്തീരുന്ന അനുഭവം. ലോകത്തിൽ താൻ നേടിയ നന്മകളും അനുഗ്രഹങ്ങളെല്ലാം കർത്താവിന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന നിമിത്തം എല്ലാം ചവറന്നെണ്ണുവാനായിട്ട് ഇടയായിത്തീരുന്ന ജീവിതാനുഭവമാണ് പൗലോസിനുണ്ടായത്. ഈ മക്കളെ, നമുക്ക് ഇതിന്റെ ഒരു അംശമെങ്കിലും, ഒരു ഭാഗമെങ്കിലും നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ആ നിലയിൽ നിസ്സാരമായി കാണുവാൻ, ലോകത്തെ നിസ്സാരമായി കാണുവാൻ ഇടയായി തീരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നു. നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ ഹൃദയ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. നമ്മുടെ മങ്ങിയ കണ്ണുകളൊക്കെ ഒരു പ്രകാശം വരുവാൻ ഇടയായി തീരട്ടെ. സാത്താൻ മയക്കം സൃഷ്ടിച്ച നമ്മുടെ ജീവിതാനുഭവം ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, ഒന്ന് അനുഗ്രഹീതമായ അനുഭവത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് അത് മുഖാന്തരമായി തീരട്ടെ. പൗലോസ് പറയാണ്, ഞാൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ബിരുദനായിട്ട് ലാക്കിലേക്ക് ഓടുകയാണ്. താനൊരു പുതിയ ദൗത്യത്തിലാണ് ഇപ്പോൾ. പഴയതൊക്കെ മറന്നു, മുമ്പിലുള്ളത് നാഞ്ഞും കൊണ്ട് ഒരു ക്രിസ്തീയ ദർശനത്തോടുകൂടെ താൻ ഒരു വലിയ ഓട്ടം ഓടുകയാണ്. ഒരു ലക്ഷ്യമുണ്ട് തനിക്ക്. ആ ലക്ഷ്യത്തിലെത്തുവോളം ഓട്ടം തുടരുകയാണ്. ഒരു ഭംഗവും കൂടാതെ ഓട്ടം ഓടുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ലാഭമൽ ആയിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണിക്കൊണ്ട്, തനിക്കുണ്ടായിരുന്ന നന്മകളെല്ലാം ചവറന്നെണ്ണിക്കൊണ്ട് ആ ലാക്കിലേക്ക് ഓടുന്ന പൗലോസ്. ദൈവമക്കളെ, നാം ഓർത്തതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടുവാൻ ഇടയായി തീർന്നാൽ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമായി തിരിയില്ല. ആത്മീയമായ വളർച്ചയിലേക്ക് കടന്നു വരുവാനായിട്ട് അത് മുഖാന്തരമായി തീരും. ആത്മീയമായ വളർച്ച നേടുവാൻ, ആത്മീയമായ പരിജ്ഞാനത്തിലേക്ക് ജീവിപ്പാൻ അത് കാരണമായി തീരും. ഇന്ന് പകൽക്കാലം നമ്മളെ കേൾപ്പിച്ച ആലോചനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രൂപാന്തരം വരുത്തുവാനായിട്ട് ഇടയായി. നമ്മൾ ദൈവവചനം കേട്ടു മടങ്ങി പോകുന്നവരായിട്ടല്ല, ഇത് നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ നമ്മളൊരു പുതിയ അനുഭവത്തോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി. എന്താണ് എൻ്റെ ജീവിതം, ഇങ്ങനെയുണ്ട് എൻ്റെ ജീവിതം ഇന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവവചനപ്രകാരം എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം ഒന്ന് തീരുമാനിക്കുവാൻ, അതിലെ മാറ്റങ്ങൾ വരുത്തുവാൻ, കുറവുകളൊക്കെ കാണുവാനായിട്ട് ഇടയായിട്ടെ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രകാശിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കുവാനായിട്ട് നാം തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ നടപ്പ് കാഴ്ചയാലാണോ വിശ്വാസത്താലാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും വിട്ടുകളയുവാനായിട്ട്, ത്യജിക്കേണ്ടത് ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീരുന്നുണ്ടോ? ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ലോകം വേണ്ട എനിക്ക് ഒന്നും വേണ്ട, പിന്നെ നാഥന്റെ സന്നിധവും ചേർന്നാൽ മതി. ഈ പാട്ട് നമ്മൾ പണ്ടൊക്കെ ഇപ്പം വളരെ കുറവാണ്. ഇപ്പം എന്താ കാരണം? ഇപ്പം എനിക്ക് എല്ലാം വേണം, ഈ ലോകത്തിലുള്ളതും വേണം, പിന്നെ നാഥന്റെ സന്നിധാനവും വേണം. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ഈ മനോഭാവത്തോടു കൂടിയാണ് നമ്മുടെ ക്രിസ്ത്യ. നമുക്കൊന്നും ഉപേക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു ദൈവദാസൻ പാടിയൊരു പാട്ട് ഇങ്ങനെയാണ്. C.S. മാത്യു എന്ന് പറയുന്ന ദൈവദാസനാണെന്ന് തോന്നിയ പാട്ട് എഴുതിയത്. മണ്ണേ പ്രതി മാണിക്യം വിടുകയില്ല, മണ്ണേ പ്രതി ഞാൻ എൻ്റെ മാണിക്യം വിടുകയില്ല. ദൈവമക്കളെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് മാണിക്യമാണ്. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടിയാ അധ്വാനിക്കുന്നത്.
ഈ മണ്ണിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അബ്രഹാം, മോശ തുടങ്ങിയ പഴയ നിയമ വിശുദ്ധന്മാര്, പുതിയ നിയമ വിശുദ്ധന്മാരും അവര് മുൻപോട്ടെടുത്തു വെച്ച കാൽച്ചുവടുകളെ പുറകോട്ട് വലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ ഹൃദയദൃഷ്ടി ഓരോ ദിവസം പ്രകാശിച്ചിരുന്നത് കൊണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് അതിനെ അവഗണിച്ച് ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ തക്കണം അവർക്കിടയായി തീർന്നു. അവർ മടങ്ങിപ്പോയില്ല. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുമ്പുള്ളത് നാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ അവന്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് നമുക്ക് ആ ലാക്കിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. 2 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പിൻ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമുക്ക് മറ്റുള്ളവരെ പരിശോധിക്കുകയല്ല, നമ്മെ തന്നെ പരിശോധിക്കാം. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഇപ്പം നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയുണ്ട്? എത്ര മാർക്ക് കിട്ടും? എത്ര മാർക്ക് കിട്ടും? നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരീക്ഷിച്ചാൽ കർത്താവ് മാർക്കിടാൻ വന്നാൽ എത്ര മാർക്ക് കിട്ടും? നമ്മൾ ആരോടും കണക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മോട് തന്നെ കണക്ക് പറയാം. വരുന്ന ദിവസങ്ങളിലെ കർത്താവിന് വേണ്ടി ഒരു സമർപ്പിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, സ്വർഗീയമായതിനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.